നാളെ KSRTC ഇറങ്ങിയില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാർ മന്ത്രി ഇറങ്ങും. അതിനുള്ള വട്ടം കൂട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന അവസരത്തിൽ നാളെ KSRTC ഇറങ്ങും എന്ന് മന്ത്രി പറയുമ്പോൾ ഒരൊറ്റ വണ്ടി ഇറങ്ങില്ല എന്ന ആഹ്വാനവുമായി ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. ഗണേശനും CPM-ഉം നേർക്കുനേർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. പിണറായി സർക്കാരിൽ നിന്നിറങ്ങി UDF-ലേക്ക് നടന്ന് കയറാനുള്ള നയമാണ് ഇവിടെ വ്യക്തമാകുന്നത്. പിണറായി സർക്കാരിൽ നിന്ന് ഇറങ്ങിയാൽ ഇപ്പോൾ ഗണേശന്റെ പ്രശസ്തി വാനോളം ഉയരും. പിണറായി സർക്കാരിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു മന്ത്രിയാണ് ഗണേശൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ സാഹചര്യത്തിൽ പിണറായി സർക്കാരിൽ നിന്നും ഗണേശന്റെ ഇറങ്ങിപ്പോക്ക് അത് പ്രതീക്ഷിക്കാം. KSRTC-യിലെ തൊഴിലാളികൾ ബുധനാഴ്ചത്തെ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കില്ല എന്ന KB ഗണേഷ് കുമാറിന്റെ വാദം തള്ളി LDF കൺവീനർ TP രാമകൃഷ്ണൻ. തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് പറയാൻ മന്ത്രിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ TP രാമകൃഷ്ണൻ നാളെ KSRTC സ്തംഭിക്കുമെന്നും അറിയിച്ചു. സ്വകാര്യ ബസ് സർവീസുകൾ നാളെ നടത്തില്ല. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കാതെ എല്ലാവരും പണിമുടക്കുമായി സഹകരിക്കുന്നതായിരിക്കും നല്ലതെന്നും LDF കൺവീനർ പറഞ്ഞു. 1-ാം തീയതിക്ക് മുൻപായി ശമ്പളം കിട്ടുന്നതുകൊണ്ട് KSRTC-യിലെ ജീവനക്കാർ സന്തുഷ്ടരാണെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് സമരം ചെയ്യേണ്ട സാഹചര്യമില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. പതിവ് പോലെ KSRTC സർവീസ് നടത്തുമെന്നും മന്ത്രി പറയുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് CITU നേതാവും LDF കൺവീനറുമായ TP രാമകൃഷ്ണന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. പണിമുടക്കിന് KSRTC-യിൽ തൊഴിലാളി യൂണിയനുകൾ നോട്ടീസ് നൽകിയിട്ടില്ല എന്ന മന്ത്രിയുടെ വാദവും TP രാമകൃഷ്ണൻ തള്ളി. KSRTC-യിൽ ആരും പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടില്ല എന്ന വാദം തെറ്റാണ്. KSRTC മാനേജിംഗ് ഡയറക്ടർക്ക് തൊഴിലാളികൾ പ്രകടനമായി ചെന്ന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. BMS മാത്രമാണ് പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. പക്ഷേ അവർക്ക് എതിർപ്പില്ല. അവരുടെ തൊഴിലാളികളും പണിമുടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. KSRTC പൂർണ്ണമായും നാളെ സ്തംഭിക്കും. ബസ്സുകൾ നാളെ തെരുവിലിറങ്ങുന്ന പ്രശ്നമില്ല. പണിമുടക്കിൽ ആർക്കും വിയോജിപ്പില്ല. മന്ത്രി അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അദ്ദേഹമല്ല KSRTC-യുടെ മാനേജ്മെന്റ്. മന്ത്രിക്കല്ല നോട്ടീസ് നൽകുക, KSRTC MD-ക്കാണ്. മന്ത്രി വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. കേരളത്തിലെ പ്രശ്നത്തിനല്ല പണിമുടക്ക്. കേരളത്തിലെ തൊഴിലാളികൾ സന്തുഷ്ടരാകുന്നത് LDF സർക്കാർ എടുക്കുന്ന സമീപനത്തിന്റെ ഭാഗമാണ്. കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾക്കെതിരെയാണ് പണിമുടക്കുന്നത് എന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. സ്വമേധയാ പണിമുടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നും ബസ്സുകൾ നിരത്തിലിറക്കിയാൽ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മർദ്ദമില്ലാതെ പണിമുടക്കുക എന്നതാണ് ഇപ്പോഴെടുത്ത തീരുമാനം. സ്വമേധയാ എല്ലാ വിഭാഗം ആളുകളും പണിമുടക്കും. ബസ്സുകൾ നിരത്തിലിറക്കിയാൽ അപ്പോൾ ആലോചിക്കാം. സ്വകാര്യ ബസ്സുകളും നിരത്തിലിറക്കില്ല. കടകളടച്ച് ഉടമകൾ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾ കഴിയുന്നത്ര നാളെ നിരത്തിലിറക്കാതിരിക്കുന്നതാണ് നല്ലത്, TP രാമകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.